തന്നെ ചേച്ചിയുടെ മൊന്ത വെക്കാൻ ഇറങ്ങിയതല്ലേ? എടി, നീ ഇന്ത്യയുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നെങ്കിൽ നല്ലൊരു പിടുത്തക്കാരിയാകുമായിരുന്നു. ഞാനോ? അല്ല, അവന്മാര്. ഈ രാവിലെ തന്നെ എന്നെ വെറുതെ ചൂടാക്കാൻ നിൽക്കണ്ട. ഇങ്ങനെയെങ്കിലും നീയൊന്ന് ചൂടാവടി. കുറെ കാലമായി ഞാൻ ചൂട് നേടി നടക്കുന്നു. ആണോ? എങ്കിൽ ഞാൻ ശരിക്കും ചൂടാക്കി തരാം. ചേച്ചി അങ്ങ് വരട്ടെ. മൊന്തയുടെ കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇത് ചേച്ചിയുടെ മൊന്തയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ എന്താ ചേച്ചീനെ മൊന്ത കണ്ടിട്ടുണ്ടോ? അയ്യോ, നീ മൊന്ത മാത്രമല്ല മറ്റു പലതും കണ്ടിട്ടുണ്ട്. അതെ, കണ്ടിട്ടുണ്ട്. നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണിച്ചു തന്നേക്കാം. ശരിയാണ്, ഞാനൊന്നും കണ്ടിട്ടില്ല. എല്ലാം കാണിച്ചു തരൂ. സേതുവിന്റെ നാടകത്തിന് പോയിരിക്കാം. ഇപ്പൊ വരും. വരുമ്പോ ഞാനെല്ലാം വിസ്തരിച്ചങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ അയാൾ ഇതിനകത്തില്ലേ? ചേച്ചി ഒറ്റക്കുറങ്ങയാണോ? നീയല്ലേ കൂട്ടുകിടക്കാരൻ? പിന്നെന്താ പുറത്ത്? ഇന്നലെ വന്നില്ല, അത്രമാത്രം അറിഞ്ഞാ മതി. പോരാ പോരാ. എടി, അകത്തുറങ്ങുന്ന ആയിഷ, ഭർത്താവ് സേതുമാധവൻ, അതിലെന്തോ ഒരു പന്തികേടില്ലേ? എന്ത് പന്തികേട്? അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഒരു മോളുള്ളത് പുറത്ത് പഠിക്കുന്നു. സേതുമാധവൻ നല്ലൊരു കലാകാരൻ. ഇതിൽ കൊണ്ട് നിനക്ക് എന്താ അറിയേണ്ടത്? എല്ലാം അറിയണം. ഉത്തരവാദിത്തമുള്ള ഒരു പൗരന നിനക്ക് ഈ നാട്ടിലെ എല്ലാം അറിയണം. ആഹാ, എന്നിട്ട് വേണം അതിരാവിലെ ആ ചായക്കടയിൽ കൊണ്ട് എന്നങ്ങ് വിളമ്പാൻ. വിളമ്പുടി, വിളമ്പു. എടി, സുന്ദരിയായ ആയിഷാത്തെ തനിച്ചാക്കി അയാൾ നാടകത്തിന് പോകുന്നത് തെറ്റല്ലേ? കന്യകയായ നിന്നെ കൂട്ടിന് കിടത്തുന്നത് അതിനു പോലെ തെറ്റല്ലേ? രണ്ട് പെണ്ണുങ്ങൾ ഒറ്റക്ക് എന്തും സംഭവിക്കാം. ഇനി സംഭവിക്കാറുണ്ടോ? സംഭവിച്ച തനിക്കെന്താ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. രണ്ട് പെണ്ണുങ്ങൾ തനിച്ചാകുമ്പോൾ രാത്രിയിൽ ഈ വീടിന് ചുറ്റും ആരെങ്കിലും കറങ്ങി നടന്ന് ശല്യം ചെയ്യുന്നുണ്ടോ? ഈ നാട്ടിലെ പ്രധാന കള്ളനല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ആരാ കറങ്ങാൻ? എടി, കള്ളരെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഇന്ന് ഇതും ഒരു തൊഴിലാണ്. ആരോഗ്യമുണ്ടെങ്കിൽ പെൻഷൻ പ്രായം എത്രയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന മാന്യമായൊരു തൊഴിൽ. വേണമെങ്കിൽ നിനക്കും കിട്ടും പങ്കാളിത്ത പെൻഷൻ. കൊട്ടേഷൻ എന്നറിയപ്പെടുന്ന വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. ഇതിലെ BPL ലിസ്റ്റിൽപ്പെട്ടവരാണ് എന്നെ പോലുള്ള ചെറുകിടക്കാർ. അത് ഈ നാട്ടിൽ എവിടെയാ കൊട്ടേഷൻ? അവസ്ഥാന കള്ളൻ നീ തന്നെയല്ലേ? അതെ, ഞാൻ തന്നെ. അതിന് കാരണം എന്റെ അച്ഛനാണ്. അച്ഛൻ നാടകം കളിച്ച് പട്ടിണിക്കോലമായ എന്റെ അച്ഛൻ. ആര് വന്ന് വിളിച്ചാലും ഹാർമോണിയം നോക്കി നാടകത്തിന് പോകും. കാശ് കിട്ടൂല. ഇപ്പോ വയസ്സായി വയ്യാതെ പൊന്തമ്മാണ പോലെ. പിന്നെ അവാർഡൊന്നും കിട്ടാത്തതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ അഭിമാനിയാണ് എന്റെ അച്ഛൻ, അഭിമാനി. പണിക്കര മാമനെ കുറിച്ച് ആരും ഒരു കുറ്റം പറയില്ല. അത് തന്നെ അവാർഡല്ലേ? എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നീ കാരണമായിരിക്കും. എടി, നീയും ഇങ്ങനെയൊക്കെന്നല്ലടി കാശുണ്ടാക്കുന്നത്. ഡാൻസിന്റെ പേരും പറഞ്ഞ് പിള്ളേരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു. എല്ലാ പാട്ടിനും ഒരേ സ്റ്റെപ്പ്. 1 2 3 4 5. കരിഞ്ചാമുണ്ണിനന്നല്ലേ നിന്റെ അരങ്ങേറ്റം. ആളുകൾ പോവാൻ ഓട്ടോ പിടിച്ചു വരും. ആരൊക്കെയുള്ള എന്റെ പണിയൊക്കെ നല്ലത് തന്നെ. ഡാൻസ് പഠിപ്പിക്കരുത്. എടി, നിനക്കൊക്കെ ഈ അരക്കള്ളന്മാരെ മാത്രമേ അറിയൂ. മുക്കാക്കള്ളന്മാരും പെരുങ്കള്ളന്മാരെയും കുറിച്ച് നിനക്കറിയില്ല. അതറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. വന്നത് പൊന്തമ്മാടയോ അത് പരദേശിയോ? എടാ, പൊന്തമ്മാടയും പരദേശിയും ഒക്കെ ആനക്കൊമ്പ കടത്തുന്നത്. മൊന്ത വെക്കുന്ന നീ എന്തിനാണ് അവയെ കുറിച്ച് ആലോചിക്കുന്നത്? ഞാൻ ഓർക്കും. മൊന്തയിൽ നിന്നും ആനക്കൊമ്പിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. കൂട്ടത്തിൽ ഇരുമ്പഴിയും ഗോതമ്പുണ്ടയും കൂടി ഓർക്കുന്നതും നന്നായിരിക്കും. എന്തിനാണാവോ ഈ നാട്ടുരാജാവ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ കട്ടുമുടിച്ചുണ്ടാക്കുന്നത് തിന്നു മുടിച്ചിട്ട് അവിടെ ഞാൻ കിടന്നാ പോരെ കിടവാ. വീട്ടിലുള്ള കിണ്ടിയും കിണ്ണവും കട്ടുന്നതിനെ കണക്കാണോടാ? ഇനി എന്തുണ്ടടാ അവിടെ കട്ടുമുടിക്കാൻ? വീട്ടിൽ തേക്കും കൊണ്ടുണ്ടാക്കിയ വീടല്ലേ, അകത്ത് മുഴുവൻ തപ്പുറം മഞ്ച കട്ടില്ല.
അവന്റെ അമ്മ മരിച്ചു. അതിനുശേഷം നാട്ടിൽ ആരും വിളിക്കാതായി. ഇവൻ നോക്കുമെന്ന് ആശ്വസിച്ചു. പക്ഷെ അവൻ ഒന്നിനും കൊള്ളാത്തവനായി. മാമൻ വിഷമിക്കണ്ട. മാമന് ഞങ്ങളൊക്കെ അല്ലേ. ഐഷ ചേച്ചിക്ക് പണിക്കര് മാമൻ അച്ഛനെ പോലെയാണെന്നാ പറയാറ്. മോളെ, നേരം ഇത്ര വെളുത്തിട്ടും ആയിഷ വാതിൽ തുറന്നില്ലല്ലോ. ഓ, ഞാൻ വിളിക്കാൻ വന്നതാ. ആ സാക്ക് ഞാനൊന്ന് മുടങ്ങി. ഞാൻ വിളിച്ചു നോക്കാം. മോള് വിളിക്ക്. ചേച്ചി, ചേച്ചി, ചേച്ചി. മോളെ ആയിഷ, ആയിഷ, ചേച്ചി, മോളെ ആയിഷ, മോളെ ആയിഷ, മോളെ ആയിഷ. ഇതെന്ത് പറ്റി? സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോയോ? ഉറങ്ങിയാലല്ലേ സ്വപ്നം കാണാനൊക്കെ? തീരെ ഉറങ്ങിയില്ല. എന്ത് പറ്റി? രാത്രിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ. ആരൊക്കെയോ ഇതുവഴി നടക്കുന്നത് പോലെ. ദേ, ആ ഇടവഴി വരെ ബൈക്കിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. പഴയ കാലമല്ല, പഴയ രീതികളുമല്ല. ശാന്തമായ ഗ്രാമങ്ങളിൽ പോലും അശാന്തി ഉണ്ടാക്കുന്നവർ അവതാരമെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന കാലമാണ്. പകല് പോലും ഇന്നാട്ടിലെ ഇടവഴിയിലൂടെ നടക്കാൻ എനിക്ക് പേടിയാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ മോളെ കുറിച്ച് ഓർക്കുമ്പോഴാ പേടി. അവള് പുറത്തല്ലേ. അതിനെന്താ, അടുത്ത ആഴ്ച അവളിങ്ങ് എത്തില്ലേ? അവള് വന്ന നിനക്കൊരു കൂട്ടം. സേതുവിന് നാടകത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നാടകവും മാറി, മിക്കവാറും കളിയുണ്ടാകും. പണ്ടൊക്കെ നാടകം കളിച്ചവർ എന്തൊരു ദാരിദ്ര്യമായിരുന്നു. അരങ്ങത്ത് വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ നടൻ സ്റ്റേജിന് പിറകിൽ വന്ന് പച്ചവെള്ളവും കുടിച്ച് വിശപ്പടക്കും. ഇന്നോ മൃഷ്ടാന ഭക്ഷണം, 2 വെട്ടി സോഡ, 5 തോർത്ത്, 4 സോപ്പ്. സേതുവായിട്ട് കേക്കണ്ട, ഇപ്പൊ വരും. സേതു അവൻ നാടകത്തെ പ്രണയിക്കുന്നവനാണ്. അതുകൊണ്ട് ജീവിക്കുന്നു എന്ന് മാത്രം. സേതോട്ട് വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. എങ്കിൽ മോള് പോയി നിന്റെ പണി നോക്കും. ഞാൻ പോയി എന്റെ പണി നോക്കട്ടെ. എന്താ ഇത്ര വലിയ പണി? ആദ്യം എന്റെ പാട്ടിനെ ട്യൂൺ ചെയ്യും. കരിഞ്ചാമലിയുടെ അന്ന് അരങ്ങേറ്റം. അതൊക്കെ റെഡിയല്ലേ? നേരെ അങ്ങ് പോകുന്നു, ഹാർമോണിയം എടുക്കുന്നു, തുടങ്ങുന്നു. അത് വേണ്ട, ഇവിടെ ഇരുന്ന് മതി. ഇവിടെ ഉണ്ടല്ലോ ഹാർമോണിയം, ഞാൻ എടുത്തോണ്ട് വരാം. ഓ, എങ്കിൽ ശരി. ആയിഷ, എന്റെ പതിവ് ചായ ഇപ്പൊ കൊണ്ടുവരാം. സേതോട്ടം വരുമ്പോ ഇപ്പൊ പാട്ടും കൂടി ആയാ പിന്നെ ഒന്നും വേണ്ടി വരില്ല. ഇതാ ഇഷ്ടപ്പെട്ട സാധനം. പൊടിയൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട്. ഇനി പാട്ടിന്റെ പാലാഴി തീർത്തോളൂ. ശരി. പുത്തൻ തിരുവാതിര പുതിരുവാതിര ഉവമ്പനു തിരുനാളല്ലോ. പുത്തൻ തിരുവാതിര പുതിരുവാതിര ഉവമ്പനു തിരുനാളല്ലോ. പൊന്നിൻ തിരുനാളല്ലോ. 7 വെളുപ്പിനുണരുമല്ലോ അവൾ 7 തിരുവിളക്കു കൊളുത്തുമല്ലോ. ഗംഗയുണർത്തുമല്ലോ, കുടിച്ചു കുളിക്കുമല്ലോ. കല്യാണി കളവാണി പാടുമല്ലോ, അവൾ പാടുമല്ലോ. പുത്തൻ തിരുവാതിര പുതിരുവാതിര ഭുവമ്പനു തിരുനാളല്ലോ. ചേച്ചി, നാടകം കഴിഞ്ഞ് നാട്ടുകാര്യം കഴിഞ്ഞ് കഥാനായകനങ്ങ് എത്തി. എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ തങ്ക
തങ്കച്ചിലമ്പിൻ നാദം എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ സങ്കല്പമുരളീതം എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ തങ്കച്ചിലമ്പിൻ നാദം എങ്ങു നിന്നെങ്ങോ നിന്നെങ്ങോ നിന്നീ സങ്കല്പമുരളീതം അവളുടെ മനസ്സിന്റെ വൃന്ദാവനത്തിലൊരു കണ്ണൻ കടന്നു വന്നു സ്വപ്നങ്ങളെയുന്ന പൊൻപുള്ളിമാനി പുഷ്പശരങ്ങളെയ്തു ചന്ദനകല്ലിന്മേൽ ചേലയഴിച്ചു വച്ചു മുങ്ങി കുടിക്കുകയായിരുന്നു ചന്ദനകല്ലിന്മേൽ ചേലയഴിച്ചു വച്ച് മുങ്ങി കുടിക്കുകയായി അഴനിരുവെള്ളത്തിൽ അല്ലിക്കുന്നുള്ളുകയായിരുന്നു അവൾ ഉടുത്തുടി മാറി കൊണ്ടോടല്ലേ കണാ കടവിൽ വല്ലവരും വന്നാലോ ഉടുത്തുടി മാറി കൊണ്ടോടല്ലേ കണാ കടവിൽ വല്ലവരും വന്നാലോ മാറോടനച്ചവളെ പുൽകരുകേ അടിമുടി കോരി ധരിച്ചു പോയി അവൾ ആകെ തളർന്നു പോയി കുടുകുടെ പോട്ടി ചിരിച്ചു പോയി ഒരു ചുടു ചുംബനത്തിൽ അമർന്നു പോയി അലിഞ്ഞു പോയി അമർന്നു പോയി തിരുവാതിരവനു തിരുനാളല്ലോ കൊല്ലിൽ തിരുനാളല്ലോ ഏഴര വെളുപ്പിനുണരുമല്ലോ അവൾ ഏഴു തിരുവിളക്കു കൊഴുതുമല്ലോ ഗംഗയുണർത്തുമല്ലോ തുടിച്ചു കുളിക്കുമല്ലോ കല്യാണി കളവാണി പാടുമല്ലോ അവൾ പാടുമല്ലോ തിരുവാതിരവനു തിരുനാളല്ലോ എന്തൊക്കെയുണ്ട് നാട്ടുവിശേഷങ്ങൾ? ആ നാട്ടുവിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മാത്രമായി ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്. ആ അപ്പൊ ഞാൻ പോകണമെന്ന് അർത്ഥം. അതാണ് നാട്ടു നടപ്പ്. നാട്ടിലെ കാര്യം മാത്രം മതിയോ? പോരാ, വീട്ടുകാര്യം കൂടി നോക്കണം. അതിനാ നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞത്. ആ എങ്കിൽ ആദ്യം വീട്ടുകാരിയെ നോക്ക്, എന്നിട്ട് മതി വീട്ടുകാര്യം നാട്ടുകാര്യം. ആകെ ഉള്ളതൊരു മോളാ, അതിന് ഏതോ കാണാമറയത്ത് കൊണ്ടിട്ടു. എന്നിട്ടോ കൂട്ടുകിടക്കാൻ ഞാനും. ഇനി നിനക്ക് കൂട്ടിന് പറ്റിയ ഒരാളെ സേതുവട്ടം കൊണ്ടുതരും അല്ലേ? ഒരു നല്ല നാടകക്കാരൻ. എന്റെ അമ്മച്ചിയെ അതില് പേരൻ കട്ടാച്ചർക്കായി ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാ. ആഹാ, പിന്നെ ആരെ വേണം? എനിക്ക് വീട്ടില് മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിനെ മതി. ആദ്യമൊക്കെ അടയിരിക്കും, പിന്നെ അങ്ങ് പോകുമോ? ദേ ഈ ആഴ്ചയല്ല ഗൗരി വരച്ച വലയും നിർത്തും. എടി നീ വരക്കാനും എഴുതാനൊന്നും നിൽക്കണ്ട. ആ സരസനെ തന്നെ അങ്ങ് കെട്ടിക്കോ. അവനാവുമ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളൂ. അതിലും വേഗം നാടകക്കാരനാ. പൊങ്ങച്ചം പറയുന്നല്ലാതെ വേറെ ശല്യമൊന്നുമില്ലല്ലോ അല്ലേ ചേച്ചി? ദേ ഇനി ആ പേരും കള്ളന്റെ പേരെങ്ങാലും എന്റെ പേരോട് കൂടി ചേർത്ത് പറഞ്ഞ ഞാൻ കൂട്ടുകൂടാൻ വരത്തുമില്ല, കൂട്ട് കിടക്കാനും വരത്തില്ല. അല്ല പോവാണോ? അയ്യടാ, ഞാൻ പോകാൻ നോമ്പം നോറ്റിരിക്കുക രണ്ടാളും കൂടി. എന്നിട്ടൊരു ചോദ്യം, പോകാണോന്ന്. വേഗം കയറി നടയടിച്ചോ. ദേ പോയി.
ചെയ്യത്? ഇന്നലെ നാടകം നേരത്തെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു.